നമസ്കാരം. ദേശീയ പണിമുടക്കുകൾ കേരളത്തിൽ മാത്രം ഹർത്താലിനും ബന്ദിനും സമാനമായി ജനജീവിതം സ്തംഭിക്കുന്ന രീതിയിലേക്ക് മാറുന്നതിനെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ദേശീയ പണിമുടക്ക് എന്ന് പറയുമ്പോൾ കേരളമല്ലാത്ത ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഇത്തരത്തിൽ എല്ലാം അടച്ചിടുന്ന അവസ്ഥയുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. UDFന്റെ പുതുയുഗ യാത്രയുടെ ഭാഗമായി കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണിമുടക്കിന്റെ ആവശ്യകതയെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും അത് നടപ്പിലാക്കുന്ന രീതി കാലഹരണപ്പെട്ടതാണെന്ന് സതീശൻ ചൂണ്ടിക്കാണിച്ചു. നമ്മുടെ തൊട്ടടുത്ത് സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോയാൽ ഇങ്ങനെ ഒരു പണിമുടക്ക് നടക്കുന്നതേ അറിയില്ല. കർണാടകയിലോ മഹാരാഷ്ട്രയിലോ ഡൽഹിയിലോ പോലും ജനജീവിതം സ്തംഭിക്കുന്നില്ല. പിന്നെന്തിനാണ് കേരളത്തിൽ മാത്രം ഇത് ബന്ദിന് സമാനമാക്കുന്നത്? സതീശൻ ചോദിച്ചു. ഇത്തരം രീതികൾ മാറ്റുന്നതിനെക്കുറിച്ച് കേരളത്തിൽ ഒരു പൊതു ചർച്ച നടക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. ബംഗാളിലും ത്രിപുരയിലും ഭരണമുണ്ടായിരുന്നപ്പോൾ CPM ഇത്തരത്തിൽ പണിമുടക്ക് നടത്തിയിരുന്നില്ലെന്ന് സതീശൻ കുറ്റപ്പെടുത്തി. ഏതാവശ്യത്തിനാണ് സമരം ചെയ്യുന്നതെന്ന് ജനങ്ങൾ അറിയുന്നില്ല. ജനജീവിതം സ്തംഭിച്ചുകൊണ്ടുള്ള സമരമുറകൾ കാലഹരണപ്പെട്ടതാണെന്നും UDFന് ഇതിൽ മാറ്റം വേണമെന്ന അഭിപ്രായമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പണിമുടക്ക് വിഷയങ്ങൾ ജാഥയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ പൂർണ്ണമായും കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കുകയും ജനദ്രോഹ നയങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന മോദി സർക്കാരിന് താക്കീതായി CITU ഉൾപ്പെടെയുള്ള കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച പണിമുടക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ബന്ദായി മാറി. ബുധനാഴ്ച അർദ്ധരാത്രി ആരംഭിച്ച 24 മണിക്കൂർ പണിമുടക്ക് വ്യാഴാഴ്ച അർദ്ധരാത്രി വരെ നീളും. കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരും ബാങ്ക്, ഇൻഷുറൻസ്, കൽക്കരി, വൈദ്യുതി, പ്രതിരോധ മേഖലയിലെ ജീവനക്കാരും ഉൾപ്പെടെ കോടിക്കണക്കിന് തൊഴിലാളികളാണ് അണിനിരക്കുന്നത്. കർഷക തൊഴിലാളി സംഘടനകളും സമരമുഖത്തുണ്ട്. ഇന്ത്യൻ സമര ചരിത്രത്തിലെ പുതിയ അധ്യായമായി പണിമുടക്ക് മാറുമെന്നാണ് സമരസമിതി പറയുന്നത്. CPIM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളുടെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും പിന്തുണയിലാണ് പണിമുടക്ക്. എന്നാൽ കേരളത്തിൽ മാത്രമാണ് സമരം ശക്തമായി ഉള്ളത്. ദേശീയ പണിമുടക്ക് ഹർത്താലിനും ബന്ദിനും സമാനമായ അവസ്ഥയിലേക്ക് മാറ്റുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കണമെന്നത് ഈ സാഹചര്യത്തിലാണ് ചർച്ചയാക്കുന്നത്. എന്തായാലും ഇന്ന് നടക്കുന്ന ദേശീയ പണിമുടക്ക് കേരളത്തിന് പുറത്ത് കാര്യമായ ചലനമുണ്ടാക്കിയിട്ടില്ല. ബംഗളൂരു അടക്കമുള്ള അയൽ സംസ്ഥാനങ്ങളിലെ നഗരങ്ങളിൽ പണിമുടക്ക് ദിവസവും ജനജീവിതം സാധാരണ നിലയിലാണ്. ഗൗരവമേറിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് ദേശീയ പണിമുടക്ക് നടത്തുന്നതെങ്കിലും ജനങ്ങൾക്കിടയിൽ പണിമുടക്കുന്നുണ്ടെന്ന് പോലും അറിയാത്ത വിധത്തിലാണ് നഗരത്തിലെ കാഴ്ചകൾ. ബംഗളൂരുവിലെ പ്രധാന റോഡുകളിലെല്ലാം പതിവ് പോലെ വ്യാഴാഴ്ചയും വാഹനത്തിരക്കുണ്ട്. ബെല്ലാരി റോഡിലും പാലസ് റോഡിലും സാധാരണ ദിവസങ്ങളേക്കാൾ കൂടുതൽ വാഹനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ബംഗളൂരുവിലെ ഫ്രീഡം പാർക്ക് കേന്ദ്രീകരിച്ച് ട്രേഡ് യൂണിയനുകൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നു. അതൊഴിച്ചാൽ നഗരത്തിൽ മറ്റിടങ്ങളിലൊന്നും തന്നെ പണിമുടക്കിന്റെ അലയൊലികളില്ല. ബംഗളൂരുവിന് പുറമെ ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളിലും സ്ഥിതി സമാനമാണ്. കോയമ്പത്തൂരിൽ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. തൂത്തുക്കുടി അടക്കമുള്ള മേഖലകളിൽ ബാങ്കുകളടക്കം അടഞ്ഞുകിടന്നു.